بسم الله الرحمن الرحيم الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا فلعلك. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك بعثناهم ليتساءلوا بينهم قال قائل منهم كم لبثتم قالوا لبثنا يوما أو بعض يوم قالوا ربكم أعلم بما لبثتم فابعثوا أحدكم بورقكم هذه إلى المدينة فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا إنهم إن يظهروا عليكم يرجموكم أو يعيدوكم في ملتهم ولن تفلحوا إذا أبدا وكذلك أعثرنا عليهم ليعلموا أن وعد الله حق وأن الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقالوا ابنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا سيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب ويقولون سبعة وثامنهم كلبهم قل ربي أعلم بعدتهم ما يعلمهم إلا قليل فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم منهم أحدا ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله واذكر ربك إذا نسيت وقل عسى أن يهديني ربي ليقرب من هذا رشدا ولبثوا في كهفهم 300 سنين وازدادوا 9 قل الله أعلم بما لبثوا له غيب السماوات والأرض أبصر به وأسمع ما لهم من دونه من ولي ولا يشرك في حكمه أحدا واتل ما أوحي إليك من ربك لا مبدل لكلماته ولن تجد من دونه ملتحدا واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. وجه كلام القوم غير مخطئ ومعلما وقر ولست مجادلا واستفسر الأستاذ واترك ما بدا قال
بالكتابك قبل وقت مطالعة بصحيح كتب واضح قد عُوِّل طالع مرارا متنه قبل الشرع فإنه أولى وأحسن موئلا وابدأ بفرض العين ثم اعمل به ثم الكتاب فسنة مترتلا لا تغترر بوقوع أهل زماننا في منطق ثم الكلام توغلا طالع أخي إحياء غزال تنل فيه الشفاء من كل داء عضلا. ആദരണീയരായ സയ്യിദുമാർ, ബഹുമാന്യരായ ഉലമാക്കൾ, ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരികൾ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ ലളിതമാണ്, അതോടൊപ്പം ഗഹനവുമാണ്. ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഖുർആൻ എന്ന പദം തന്നെയാണ്. ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം വായന. പ്രാചീന ശിലായുഗം, പിന്നെ ശിലായുഗം, അതുകഴിഞ്ഞ് ലോഹയുഗം, ധാരാളം യുഗങ്ങൾ കഴിഞ്ഞ കാല ജനങ്ങളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലെയും ജനങ്ങൾ ഏറ്റവും പ്രധാനമായി അവലംബിച്ചിരുന്ന നാമങ്ങളുടെ പേരിലാണ് ആ കാലഘട്ടം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. BC 6000 മുൻപ് ഉള്ള കാലഘട്ടത്തെ ചരിത്രാതീത കാലം എന്ന് നരവംശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു. ചരിത്രാതീത കാലം എന്ന് പറഞ്ഞാൽ അതിനു മുൻപുള്ള കഥകൾ മനുഷ്യന് അറിയില്ല, ചരിത്രകാരന്മാർക്ക് അറിയില്ല. അറിയാവുന്നത് ചില നിഗമനങ്ങൾ മാത്രമാണ്. BC 6000 മുൻപ് എവിടെയെല്ലാം മനുഷ്യർ താമസിച്ചിരുന്നുവെന്നോ ആ താമസിച്ച ജനവിഭാഗത്തിന്റെ കൾച്ചർ എന്തായിരുന്നുവെന്നോ കണിശമായി പറയാൻ ചരിത്രരേഖകൾ നരവംശ ശാസ്ത്രജ്ഞന്മാരുടെ മുൻപിൽ ഇല്ല. എന്നാൽ വളരെ അഭിമാനത്തോടുകൂടി മുസ്ലിം സമുദായത്തിന് പറയാൻ കഴിയും, 8000 കൊല്ലത്തെ ചരിത്രം ഖണ്ഡിതമായി സ്പഷ്ടമായി പറയാനും അത് മറ്റുള്ളവരുടെ മുൻപിൽ തെളിയിച്ചു കൊടുക്കാനും കഴിയുന്ന രൂപത്തിൽ ഇസ്ലാം മഹത്തായ മനുഷ്യ സംസ്കാരത്തെക്കുറിച്ച് വാചാലമാകുന്നുണ്ട്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകം വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ആദ്യമായി ഭൂമിയിൽ ഉണ്ടായ സംസ്കാരം ആദം ഹവ്വ ദമ്പതികളിലൂടെ വന്ന കൾച്ചറാണ്. അതിനുശേഷമാണ് മോഹൻജദാരോ, ഹാരപ്പ, സിന്ധു നദീ തട സംസ്കാരങ്ങളും മെസൊപ്പൊട്ടോമിയൻ സംസ്കാരവുമെല്ലാം വന്നത് പിന്നീടാണ്. ആദ്യമായി ഭൂമിയിൽ വന്ന കൾച്ചർ ആദം ഹവ്വ ദമ്പതികളുമായി ബന്ധപ്പെട്ടതാണെന്ന് ഖുർആൻ പറയുന്നു. ഈ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പരാമർശങ്ങൾ ഗീതയിലും ബൈബിളിലുമെല്ലാമുണ്ട്. ശിവനും പാർവതിയും ആണ് ആദ്യത്തെ മനുഷ്യർ എന്ന് ഗീത പറയുമ്പോൾ ആദമും ഹവ്വയുമാണ് ആദ്യത്തെ മനുഷ്യർ എന്ന് ബൈബിളും പറയുന്നു. എല്ലാവരും ഏതാണ്ട് ഒരേ നാമവും സ്വഭാവവും വിവരിക്കുന്നുണ്ടെങ്കിലും ആദ്യത്തെ മനുഷ്യൻ എത്ര കാലം ജീവിച്ചുവെന്നും അയാൾക്ക് എത്ര കുട്ടികളുണ്ടായി എന്നും ആദ്യത്തെ മനുഷ്യന്റെ ഖബർ എവിടെയെന്നും ആദ്യത്തെ സ്ത്രീയുടെ ഖബർ ജിദ്ദയിലാണ് എന്നത് അടക്കമുള്ള ജദ്ദ എന്ന് പറഞ്ഞാൽ വലിയുമ്മ, ജിദ്ദ
ആ വലിയുമ്മ എന്ന വാക്കിനുള്ള അറബി പദമായ ജദ്ദത്താണ് പിന്നീട് ജിദ്ദയായി നാം ഉച്ചരിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ മനുഷ്യരുടെ വ്യക്തമായ കഥയും ചരിത്രവും ആവിഷ്കരിച്ചുകൊണ്ടാണ് ഇവിടെ വിവിധ സംസ്കാരങ്ങളെപ്പറ്റി ഇസ്ലാം വാചാലമാകുന്നത്. ആ കൾച്ചറുകളെ ഓരോ കാലഘട്ടത്തിലും പ്രത്യേകമായ ചില പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പ്രാചീന ശിലായുഗം, പിന്നീട് ശിലായുഗം, പിന്നീട് ലോഹയുഗം. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ യുഗങ്ങൾക്ക് പേരിടാവുന്നതാണ്. സപ്താത്ഭുതങ്ങളെ നിർണയിക്കാൻ വേണ്ടി വോട്ടവകാശം അനുവദിക്കപ്പെടുകയും താജ്മഹലിനെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കോളേജ് ലെവലിൽ പ്രത്യേകമായ സന്ദർഭം ഇമെയിലിൽ അനുവദിച്ചു കിട്ടുകയും ചെയ്തൊരു കാലഘട്ടത്തിലാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ കമ്പ്യൂട്ടർ യുഗമെന്നോ പ്ലാസ്റ്റിക് യുഗമെന്നോ ഫൈബർ യുഗമെന്നോ മൊബൈൽ യുഗമെന്നോ ഒക്കെ യുഗങ്ങളെ നമുക്ക് നാമകരണം ചെയ്യാവുന്നതാണ്. എന്നാൽ അതൊക്കെ ആപേക്ഷികമാണ്. വിശുദ്ധ ഖുർആൻ സമർത്ഥിക്കുന്ന, ഖുർആൻ അവതരിച്ച് അവസാനത്തെ മനുഷ്യൻ ജനിച്ച് മരിക്കുന്നത് വരെയുള്ള ആ പീരീഡിലേക്ക് മൊത്തമായി ഒരു യുഗത്തിന്റെ പേർ ഇസ്ലാം സമർപ്പിക്കുന്നു. അതാണ് ഖുർആൻ അല്ലെങ്കിൽ വായന. ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം വായന എന്നാണ്. വായനയുടെ ഒരു യുഗമാണ് AD 571 മുതൽ ആരംഭിക്കുന്നത്. അതാണ് വായനയുടെ ഒരു പുതിയ യുഗം. വളരെ ലളിതമാണ്. അതിന്നും അവസാനിച്ചിട്ടില്ല. ഇന്നും വായിച്ചാണ് നാം ഇങ്ങോട്ട് പുറപ്പെട്ടത്. ചില ആളുകൾ ഖുർആൻ വായിച്ചു, വേറെ ചില ആളുകൾ വേറെ എന്തെങ്കിലും വായിച്ചു. വായിക്കാൻ എന്തെങ്കിലും കിട്ടുന്നില്ല എങ്കിൽ അന്ന് നമ്മുടെ ജീവിതത്തിന് മധുരമില്ല, ഹരമില്ല. വാഹനങ്ങൾ കിട്ടാതെ ബന്ദിന്റെ ദിവസങ്ങളിൽ ഏറെ പ്രയാസപ്പെടുമ്പോൾ പോലും കുടുംബത്തിലെ ആണും പെണ്ണും പ്രധാനമായി ദുഃഖിക്കുന്നത് വായിക്കാനൊന്നും കിട്ടിയില്ലല്ലോ എന്നതാണ്. എങ്കിൽ ആ വായന എന്ന ആ മഹത്തായ ഹോബി, ഇഷ്ടമുള്ള ഹോബി ഏതാണ് എന്ന് ചോദിച്ചാൽ അധിക ആളുകളും പറയാറുള്ളത് വായന എന്നാണ്. കാരണം വായിക്കാതെ ഇവിടെ ഒരു ദിവസം പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയുകയില്ല. വായന എന്ന അർത്ഥം കുറിക്കുന്ന അതേ പദം വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിന് തെരഞ്ഞെടുത്ത അള്ളാഹുവിന് നാം ആയിരം സ്തുതിക്കുക. ആ വായനയോടൊപ്പം തന്നെ ചേർത്തി പറയുന്ന മറ്റൊരാശയമാണ് പേന. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. പേന. വിശുദ്ധ ഖുർആനിൽ പേന എന്നൊരു അധ്യായം തന്നെയുണ്ട്. ആ അധ്യായത്തിലെ പ്രധാനപ്പെട്ട 1-2 കഥകൾ ഇൻഷാ അല്ലാഹ് നാളെ നമുക്കിവിടെ പ്രതിപാദിക്കാം. ഇന്ന് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അൽ ഖലം, പേന. 25 പൈസ കൊടുത്താൽ കിട്ടുന്ന പേന. ആ പേന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരായുധമായി ഇസ്ലാം സമർപ്പിക്കുകയാണ്. ആദ്യമായി അവതരിച്ച ഇഖ്റ എന്ന അധ്യായത്തിൽ വായനയും പേനയുമാണ് സമർപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏതെങ്കിലും സംസ്കാരങ്ങൾക്കോ ആ സംസ്കാരങ്ങളെ അവതരിപ്പിക്കുന്ന വേദഗ്രന്ഥങ്ങൾക്കോ ഇത്ര ലാളിത്യം അവർക്ക് ആസ്വദിക്കാൻ എവിടെയെങ്കിലും കഴിയുമോ? മനുഷ്യനെ ആസ്വദിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ലാളിത്യം നിലകൊള്ളുന്നത് ഇസ്ലാമിലാണ്. വായന, പേന. അവിടെ നിന്നാണ് മനുഷ്യന്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. തഅലീമുൽ മുതഅല്ലിം പോലെയുള്ള കിതാബുകളിൽ പറയുന്നത് പേന ഒരു വിദ്യാർത്ഥിയുടെ സഹയാത്രികനായി മാറണം. പേന കീശയിൽ എല്ലാവർക്കും ഉണ്ടാവണം. അഡ്രസ് എഴുതാൻ അത് അനിവാര്യമാണ്. വസിയത്തുകൾ എഴുതി വെക്കാൻ ദിവസവും അത് അനിവാര്യമാണ്. അതുപോലെ പല കാര്യങ്ങളും കുറിച്ചിടാൻ അത് ആവശ്യമാണ്. ആ പേനയെ ജീവിതത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവന്ന വിശുദ്ധമായ ദീനുൽ ഇസ്ലാമാകുന്ന മതം പ്രകൃതിയുടെ മതമാണ്. നാച്ചുറലാണ്. ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്. ഒരിക്കലും തന്നെ കൃത്രിമത്വം ഇസ്ലാമിൽ ഇല്ല. പ്രകൃതിയുടേതായ എല്ലാ മനോഹാരിതകളും അത് ഉൾക്കൊള്ളുകയാണ്. അത്തരത്തിലുള്ള ഒരു മഹത്തായ പ്രസ്ഥാനത്തെ ജീവിതത്തിലെ ഓരോ ദിവസവും പ്രവർത്തനത്തിലും വിശ്വാസത്തിലും പ്രകടനങ്ങളിലും എല്ലായിടങ്ങളിലും പൂർണ്ണമായി പ്രാപിക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതാണ് ഇന്ന് നാം പ്രതിപാദിക്കുന്ന വിശ്വാസിയുടെ സുദിനം എന്ന വിഷയത്തിന്റെ ഉള്ളടക്കം. അതാണ് എന്തുകൊണ്ട് നാം വിശുദ്ധമായ ഒരു മതത്തെ
നമ്മുടെ ജീവിത വ്യവസ്ഥിതിയായി അംഗീകരിക്കണം എന്ന അന്വേഷണത്തിന്റെ മറുപടിയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. എന്തിന് നാം ഈ മതത്തിന്റെ നിയമങ്ങളെ എന്തിന് നാം അംഗീകരിക്കണം? എന്താണ് ഇതുകൊണ്ട് ഒരു വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ? ഒരു കാര്യം അഭിമാനത്തോടുകൂടി നമുക്ക് പറയാം. ലോകത്ത് ധാരാളം മതങ്ങളും ധാരാളം സംസ്കാരങ്ങളും ഉണ്ടെങ്കിലും ആ സംസ്കാരങ്ങളിലും മതങ്ങളിലും ഓരോ ദിവസവും മറ്റു മതങ്ങളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും ഇസ്ലാമിലേക്ക് ചേക്കേറൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ നാടുകളിലൊക്കെ ചെന്നു നോക്കിയാൽ അവിടെ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കൾ യൂറോപ്യൻ നാടുകൾ സന്ദർശിച്ചപ്പോൾ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് അവിടെ കാണാൻ കഴിയുന്നത്. പടിഞ്ഞാറ് ഒരു ഭാഗത്ത് ഇസ്ലാമിനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പടിഞ്ഞാറൻ നാടുകളിലെ അഭ്യസ്തവിദ്യരായ നിരവധി ആളുകൾ ഇസ്ലാം മതത്തെ നെഞ്ചിലേറ്റാൻ ആവേശത്തോടെ മുന്നോട്ട് വരികയാണ്. മറ്റൊരു ഭാഗത്ത് ക്രിസ്ത്യാനികളുടെ ചർച്ചുകളുടെ മുകളിൽ എഴുതിവെച്ച ബോർഡുകളും കാണുകയാണ്, ഫോർ സെയിൽ, വിൽക്കാനുണ്ട് എന്ന്. സത്യത്തിൽ ഒരു പള്ളിയുടെ മുകളിൽ ഫോർ സെയിൽ എന്നിവ എഴുതിവെച്ച ഒരു സംഭവം പോലും അമേരിക്കയിലോ യൂറോപ്യൻ നാടുകളിലോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നത് വളരെ അഭിമാനകരമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹം അഭിമാനത്തോടെ വേണം ഈ വിശുദ്ധമായ മതത്തെ ഉൾക്കൊള്ളാൻ. ഇത് മറ്റാരോടെങ്കിലുമുള്ള വെറുപ്പിന്റെ പേരിലാകാൻ പാടില്ല. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇസ്ലാം അതിന് ചില പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. വിശ്വാസിയുടെ ഓരോ ദിനവും ഇസ്ലാമികമായിരിക്കണം എന്നതാണ് അള്ളാഹു നമ്മുടെ മുൻപിൽ സമർത്ഥിക്കുന്ന ആശയം. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഊ ഖുതുവാതിശ് ശൈത്വാൻ. ഓ മനുഷ്യരെ, വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിൽ നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കണം. വർഷത്തിൽ ഒരിക്കൽ മാത്രം ഇസ്ലാമിന്റെ ആചാരങ്ങൾ ഉൾക്കൊണ്ടാൽ അവൻ മുസ്ലിം ആകുന്നില്ല. മാസത്തിൽ ഒരിക്കൽ മാത്രം ഇസ്ലാമിന്റെ ആശയങ്ങൾ നടപ്പിലാക്കിയാൽ അവൻ യഥാർത്ഥ മുസ്ലിമാകുന്നില്ല. ഒരു വെള്ളിയാഴ്ച ജുമഅക്ക് പോയി പിന്നെ അടുത്ത വെള്ളിയാഴ്ച വരെ പള്ളിയും